അതേപോലെ സർക്യൂട്ട് എങ്ങനെയാണ് വരിക, പിന്നെ അതേപോലെ എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് ഒരു ഫിക്സഡ് ബയാസിങ്ങും അതേപോലെ ഈ സെൽഫ് ബയാസിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമെന്നും പിന്നെ അതിന്റെ മാത്തമാറ്റിക്കൽ അപ്രോച്ച് അതേപോലെ ഗ്രാഫിക്കൽ അപ്രോച്ച് എന്നിവ വഴി നമ്മൾ ക്യൂ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം. അതായത് ബേസിക്കലി നമ്മൾ ഫെറ്റിനെ ബയാസ് ചെയ്യുന്നത് എന്തിനാ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നതിനെ ഒരു യൂസ്ഫുൾ ആംപ്ലിഫയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിലുപരി രണ്ടാമത്തെ ഒരു എയിമായിരുന്നു നമ്മൾ എന്ത് ക്യൂ പോയിന്റ് അഥവാ ക്യൂഷൻ പോയിന്റ് അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലേ. സോ ഇതേപോലെ നമ്മൾ ഈ സെൽഫ് ബയാസിങ്ങിന്റെ കേസിലാണെങ്കിലും ഫിക്സഡ് ബയാസിങ്ങിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇന്നലെ നമ്മൾ ഗ്രാഫിക്കൽ അപ്രോച്ച് വഴിയും മാത്തമാറ്റിക്കൽ അപ്രോച്ച് വഴിയും ഒക്കെ ഓരോ കിർച്ചോഫ് ലോ ഒക്കെ ഉപയോഗിച്ച് ഈ പറയുന്ന ഓരോ ലൂപ്പിലും ഇൻപുട്ട് ലൂപ്പിലാണെങ്കിൽ അതുവഴിയും അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലൂപ്പിലാണെങ്കിൽ അതുവഴിയും നമ്മൾ എന്താ പറയുക ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിട്ട് ക്യൂ പോയിന്റ് അതായത് ഓർഡേർഡ് പെയർ VGS ID എന്ന് പറയുന്ന ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത് മാത്രമല്ല ഗ്രാഫിക്കൽ അപ്രോച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് നമ്മുടെ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിന്റെ ഒരു കേസിൽ നമുക്ക് കിട്ടുമെന്നുള്ളതും നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് എന്താ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഫെറ്റിനെ ഒരു വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് സത്യം പറഞ്ഞ ഇന്നലെ നമ്മൾ ആ ഫെറ്റിന്റെ ബേസിക് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തില് ജസ്റ്റ് വേണമെങ്കിൽ പറഞ്ഞു പോവായിരുന്നു. ഓക്കെ, സോ അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ അതൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് എടുക്കാം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബയാസിംഗ് ടെക്നിക്സിലെ അവസാനത്തെ എന്താ പറയുക ടൈപ്പ് ഓഫ് ബയാസിംഗ് ആയിട്ടുള്ള അതായത് നമ്മളെ സിലബസ് പ്രകാരം ഉള്ള മൂന്നാമത്തെ ടെക്നിക്ക് ആയിട്ടുള്ള വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ഓഫ് ജംഗ്ഷൻ ഫീൽഡ് ഇഫക്ട് ട്രാൻസിസ്റ്റർ. ഈ രണ്ട് ടോപ്പിക്കാണെന്ന് ഇപ്പോൾ നമ്മളിവിടെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, സോ ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? ഹലോ. കേൾക്കുന്നുണ്ട്. ഓക്കെ. സോ ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഫെറ്റിനെ VVR ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. VVR എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, വിച്ച് ഈസ് എ വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ. അതായത് നമ്മുടെ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിനെ ഒരു പ്രത്യേക റീജിയണിൽ അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടൈം പീരീഡിൽ അല്ലെങ്കിൽ ഒന്നുകൂടി മാപ്റ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സീക്വൻസ് ഓഫ് പീരീഡിൽ നമുക്ക് ഈ ഫെറ്റിനെ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിനെ ഒരു VVR ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ പറയുന്ന പോലെ ഫെറ്റിന്റെ വർക്കിംഗ് അല്ലെ. ഫെറ്റിന്റെ വർക്കിംഗ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഈ VVR പറയുന്ന കൂട്ടത്തില് അതൊന്നുകൂടി ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നുകൂടി പറയാണ്. അതായത് ഒന്നുമില്ല, ഈ ചിത്രത്തിലുള്ള പ്രകാരം ഓക്കെ, അപ്പൊ ഈ ചിത്രത്തിലുള്ള പ്രകാരം ഇതാണ് ഒരു ഫെറ്റ് അല്ലെ. N ചാനൽ JFET എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെറ്റിന്റെ കൺസ്ട്രക്ഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ എന്താ ഇന്നലെ വർക്കിങ്ങിൽ പറഞ്ഞത്? ഒന്നുമില്ല, ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് 0 ആക്കിയിട്ട് എടുക്കും. പിന്നെ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് വാല്യൂ അല്ലെ, പോസിറ്റീവില് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ നമ്മൾ ഡ്രെയിനിന്റെയും സോഴ്സിന്റെ ഇടയ്ക്ക് കൊടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഫിഗർ നോക്കിയാൽ മതി. ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താന്ന് നമ്മൾ പറഞ്ഞേ, ഈ പാർട്ടില്ലേ ഇവിടെ ഒരു നമ്മൾ VDS കൊടുത്തു, VGG കൊടുത്തു, പിന്നെ നമ്മൾ ഈ VGS ഈക്വൽ ടു 0 ആക്കിയിട്ട് അസ്യൂം ചെയ്തു അല്ലെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഈ ചാനൽ കൂടെ സംഭവിക്കും. ഓക്കെ, ഫ്ലോ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഴ്സിൽ നിന്നും ഡ്രെയിനിലോട്ട് ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അത് എന്ത് ചെയ്യും? ഈ പറയുന്ന VDS കൊടുത്തതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ആ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിന്റെ അതിന്റെ ഒരു സ്പീഡിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ റേറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു എന്താ പറയുക പാരാമീറ്റർ ആണ് ഈ ഔട്ട്പുട്ട് ലൂപ്പിൽ കൊടുത്തിരിക്കുന്ന ഈ പൊട്ടൻഷ്യൽ, അതായത് VDS. അതായത്
VDS ഒരു പർട്ടിക്കുലർ ലെവൽ വരെ എങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ ഫെറ്റിൽ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നാ പറഞ്ഞത്, ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അല്ലെ, ലീനിയർലി കൂടിക്കൊണ്ടിരിക്കും. അതായത് VDS കൂടുന്തോറും ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, അതായത് കറന്റ് അല്ലെ, കറന്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ഇലക്ട്രോൺസ് സോഴ്സ് നിന്ന് ഡ്രെയിനിലോട്ട് പോകുമ്പോൾ ഒരു കൺവെൻഷൻ കറന്റ് ID, ഡ്രെയിൻ കറന്റ് ഈ ഒരു ഡയറക്ഷനിൽ, എങ്ങനെ ഡ്രെയിൻ നിന്ന് സോഴ്സിലോട്ട് വരുന്ന ആ ഒരു ഡയറക്ഷനിൽ ഒരു കൺവെൻഷൻ കറന്റ് അവിടെ രൂപപ്പെടും. അതാണല്ലോ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, സോ ആ ഒരു കറന്റിനെ നിയന്ത്രിക്കുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇവിടെ VDS ആണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഈ നമ്മളിപ്പോ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് 0 ആക്കി സെറ്റ് ചെയ്തിട്ട് VDS ഒരു പോസിറ്റീവ് വാല്യൂ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇന്നലെ എന്താ പറഞ്ഞത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ VDS പിഞ്ച് ഓഫ് വോൾട്ടേജ് ആവുന്നത് വരെ എന്തായിരുന്നു പിഞ്ച് ഓഫ് വോൾട്ടേജ്, അതായത് VDS ഒരു പർട്ടിക്കുലർ വോൾട്ടേജിലോട്ട് എത്തുമ്പോൾ ഈ എന്താ പറയുക, ഈ JFETന്റെ ഈ പറയുന്ന പോലെ ഈ രണ്ട് ഡിപ്ലീഷൻ ലേയേഴ്സ് അല്ലെ, ഡിപ്ലീഷൻ റീജിയൻസ് എന്താവും, തമ്മിൽ ഓവർലാപ്പ് ആവും അല്ലെ. അപ്പോൾ ആ ഡിപ്ലീഷൻ റീജിയൻസ് തമ്മിൽ ഓവർലാപ്പ് ആവുന്ന ആ ടൈമിൽ അതുവരെ ലീനിയർലി എന്താ പറയുക കൂടിക്കൊണ്ടിരുന്ന ആ ഒരു കൺവെൻഷണൽ കറന്റ് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് മുതൽ ഒരു കോൺസ്റ്റൻസി കീപ്പ് ചെയ്യും അല്ലെ. ആ ഒരു കോൺസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ആ ഡ്രെയിൻ കറന്റ് ഉണ്ടല്ലോ, അപ്പോ നമ്മൾ കൊടുക്കുന്ന VDDന്റെ വാല്യൂ ആണ് എന്ത്, പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്നുമില്ല, പിഞ്ച് ഓഫ് വോൾട്ടേജ് ഇസ് ദ വോൾട്ടേജ് അറ്റ് വിച്ച് the two depletion regions is overlapping each other so that we get a constant drain current ID. ഓക്കെ, സോ അതാണ് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ഒരു വർക്കിങ്ങിന്റെ ഒരു കേസിൽ തന്നെ ഞാൻ ഒരു വേറെ കാര്യം ഇപ്പൊ നിങ്ങളടുത്ത് പറയാൻ പോവാണ്. ഇപ്പൊ ഇനീഷ്യലി ഞാൻ പറഞ്ഞു, ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ VGSനെ 0 ആക്കിയിട്ട് എടുത്തിട്ടായിരുന്നു നമ്മൾ അതിന്റെ ഒരു വർക്കിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ VGSന് അല്ലെ, ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ്, അതായത് ഇവിടെയും കൊടുക്കുന്ന വോൾട്ടേജ് ഒരു നെഗറ്റീവ് വോൾട്ടേജ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. സേ ഒരു -1 വോൾട്ട്, അല്ലെങ്കിൽ ഒരു -2 വോൾട്ട്, ഒരു -3 വോൾട്ട്, അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഒരു നെഗറ്റീവ് വോൾട്ടേജ് നമുക്ക് വേണമെങ്കിൽ ഗേറ്റിന്റെയും സോഴ്സിന്റെയും ഇടയ്ക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാ ഈ പ്രകാരം. ഓക്കെ, ഇവിടെ ഒരു സെല്ലിനെ ഈ സെല്ല് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നോട്ട് ദ പോസിറ്റീവ് പൊട്ടൻഷ്യൽ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. സോ നമ്മളിപ്പോ അസ്യൂം ചെയ്യുന്ന എന്താ, ആദ്യം VGS 0 ആക്കിയിട്ട് കൊടുത്തു. അപ്പൊ അതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ജസ്റ്റ് റീവൈൻഡ് ചെയ്തു. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, VGSന് നമുക്കൊരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താ ഉണ്ടാവുക വിചാരിച്ചാൽ സെയിം പ്രൊസീജിയർ തന്നെയാണ് നടക്കുന്നത്, പക്ഷെ ചില വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പോ എന്താ ഉണ്ടാവുക, ഡ്യൂ ടു ദിസ് വോൾട്ടേജ് VDS, ഓക്കെ, ഈ പറയുന്ന വോൾട്ടേജ് VDSന്റെ റിസൾട്ട് പ്രകാരം ഇവിടെ ഒരു കൺവെൻഷണൽ കറന്റ് ഈ ചാനലിലൂടെ അങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഒരു പർട്ടിക്കുലർ പോയിന്റ്, അതായത് പിഞ്ച് ഓഫ് അച്ചീവ് ചെയ്യുന്നത് വരെ ആ കറന്റ് ലീനിയർലി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ആ പിഞ്ച് ഓഫ് അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന ആ ഡ്രെയിൻ കറന്റിന്റെ വാല്യൂ ഒരു കോൺസ്റ്റൻസി കീപ്പ് ചെയ്യും അല്ലെ. സോ ഇതാണ് സത്യം പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ VGS നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിലും VGS 0 വോൾട്ട് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഫെറ്റിൽ വരുന്ന വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു ഒരു ചെറിയൊരു ഡിഫറൻസ് ഇവ തമ്മിലുള്ള വർക്കിങ്ങിന്റെ കേസിൽ വരുന്നുണ്ട്. അതെന്താന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഈ ഒരു കർവ് നമുക്ക് നോക്കുക. ഓക്കെ, ഈ ഒരു കർവ് ഞാൻ പറഞ്ഞുതരാം, മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു കർവ്. ഓക്കെ, സോറി, റേസർ. നമ്മൾ ഈ ഒരു ഗ്രാഫ് ഞാൻ ഇപ്പൊ റെഡില് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്രാഫ് നോക്കാം. ഇത് ഞാൻ VGS 0 ആകുമ്പോൾ വരച്ചിട്ടുള്ള എന്തായിരുന്നു, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, വിച്ച് ഇസ് എ ഗ്രാഫ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് കറന്റ് ID ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് VDS കീപ്പിംഗ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ, സോ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത് VGS = 0 വോൾട്ട് ആവുന്ന ആ കേസിലാണ്. അപ്പൊ എന്താ ഉണ്ടായത്,
നോക്കിക്കോക്കും ഈ VDS ഇതാ ഈ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് എത്തുന്ന വരെ ഈ ഗ്രാഫ് ഇങ്ങനെ നോക്കിയാൽ മതി, ലീനിയർലി കൂടിക്കൊണ്ടിരുന്നു. ഓക്കെ, ലീനിയർലി കൂടിക്കൊണ്ടിരുന്നു. എന്നിട്ട് ആ പിഞ്ച് ഓഫ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്, ഡ്രെയിൻ കറന്റിന് നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, അതാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഒന്നാമത്തെ റീജിയൻ നോക്കിയാൽ മനസ്സിലാവും, അവിടെ ഒന്ന് എന്നിട്ട് റീജിയൻ നോക്കിയാൽ മനസ്സിലാവും. അതായത് VDS പിഞ്ച് ഓഫ് വോൾട്ടേജ് അച്ചീവ് ചെയ്യുന്നത് വരെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, പിഞ്ച് ഓഫ് വോൾട്ടേജ് അച്ചീവ് ചെയ്യുന്ന വരെ ലീനിയർലി ഇൻക്രീസ് ചെയ്തു. ആൻഡ് ആ പിഞ്ച് ഓഫ് വോൾട്ടേജ് അച്ചീവ് ചെയ്തതിന് ശേഷം ഈ രണ്ടാമത്തെ റീജിയൻ നോക്കുക, അച്ചീവ് ചെയ്തതിന് ശേഷം എന്താ ഉണ്ടായത്, ആ കറന്റ് ഒരു സാച്ചുറേഷനിലോട്ട് പോയി. അതായത് കറന്റ് ഒരു കോൺസ്റ്റൻസ് കീപ്പ് ചെയ്തു. സോ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് VGS ഈക്വൽ ടു 0 വോൾട്ട് ആയിരുന്നു അല്ലേ. അങ്ങനെ VGS ഈക്വൽ ടു 0 വോൾട്ട് ആവുകയും VDS VP ആകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മാക്സിമം കറന്റിനെ പറയുന്ന പേരായിരുന്നു എന്ത്, IDSS അഥവാ മാക്സിമം ഡ്രെയിൻ സാച്ചുറേഷൻ കറന്റ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ചെറിയൊരു വ്യത്യാസം, നമ്മൾ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് നെഗറ്റീവ് ആവുമ്പോഴും ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് 0 വോൾട്ട് ആവുമ്പോഴും നമുക്ക് ഒരു ചെറിയൊരു വ്യത്യാസം അതിന്റെ വർക്കിങ്ങിൽ കാണാൻ സാധിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് എന്താണ് ആ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇവിടെ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ ഈ ഗ്രാഫ് നമ്മളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാം. ഓക്കെ, ഈ ഗ്രാഫ് ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിക്കാം. സോ ഇത് ഞാൻ പറഞ്ഞു VGS 0 വോൾട്ട് ആകുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിന്റെ കർവായിരുന്നു. ഇനി VGS നെഗറ്റീവ് ആകുമ്പോൾ VGS ഒരു -1 വോൾട്ട് ആണെന്ന് വിചാരിക്കാം. അപ്പൊ എന്താ ഉണ്ടാവുക അറിയോ, ഇതേപോലെ ഒരു ഇത് വരയ്ക്കാം. ഓക്കെ, ഓക്കെ, ഈ ഗ്രാഫിൽ തന്നെ നോക്കിയാൽ മതി. അപ്പോൾ VGS ഒരു -1 വോൾട്ട് ആണെന്ന് വിചാരിക്കാം കേട്ടോ. സോ VGS -1 വോൾട്ട് ആകുമ്പോൾ ഇതേപോലെ ഓക്കെ ഒരു പർട്ടിക്കുലർ പിഞ്ച് ഓഫ് വോൾട്ടേജ് വരെ ഈ കറന്റ് ലീനിയർലി കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ ഒരു പോയിന്റ് വരെ ലീനിയർലി കറന്റ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, പറഞ്ഞ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ VGS 0 വോൾട്ട് ആകുമ്പോഴും ഒരു പിഞ്ച് ഓഫ് വോൾട്ടേജ് വരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലീനിയർലി കറന്റ് കൂടിയിട്ടുണ്ടായിരുന്നു. ആ പിഞ്ച് ഓഫ് വോൾട്ടേജ് മുതൽ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ എന്താ, കറന്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു കോൺസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടുത്തെ ഈ റെഡ് ലൈൻ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് VGS ഈക്വൽ ടു -1 വോൾട്ട്. ഓക്കെ, ഞാൻ ഇവിടെ വേണമെങ്കിൽ എഴുതാം, ഇവിടെ എഴുതാം VGS വിച്ച് ഇസ് ഈക്വൽ ടു എന്താ, -1 വോൾട്ട്. ഓക്കെ, -1 വോൾട്ട്, അതാണ് ഞാൻ ഈ റെഡ് ലൈനിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇവിടെ എന്താ ഉണ്ടാകുന്ന പ്രധാന വ്യത്യാസം എന്താ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. എന്തായിരുന്നു, ഇവിടെ നമ്മൾ അച്ചീവ് ചെയ്യപ്പെടുന്ന മാക്സിമം കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും IDSS ആവൂല. ഓക്കെ, IDSS ആയിരിക്കില്ല, അതിനെക്കാട്ടും കുറച്ച് വാല്യൂല് കുറവുള്ള ഒരു കറന്റ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റിനെ Y ആക്സിസിലോട്ട് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് നമുക്ക് ആ കറന്റിന്റെ വാല്യൂ എത്രയെന്ന് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു JFET മാക്സിമം ഡ്രെയിൻ സാച്ചുറേഷൻ കറന്റ് അച്ചീവ് ചെയ്യുന്നത് ഏത് കണ്ടീഷനിൽ മാത്രം, VGS ഈക്വൽ ടു 0 വോൾട്ട്, അതേപോലെ VDS ഈക്വൽ ടു VDS ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് VP ആവുമ്പോൾ മാത്രമേ ഈ പറയുന്ന പോലെ JFET IDSS അച്ചീവ് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പൊ ഞാൻ അവിടെ ഒരു ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കർവില് കാണുന്ന പോലെ നമുക്ക് മനസ്സിലാവും വി ഗെറ്റ് എ മാക്സിമം കറന്റ്. നമുക്ക് ഈ സന്ദർഭത്തിലും ഒരു മാക്സിമം കറന്റ് കിട്ടുന്നുണ്ട്, പക്ഷെ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു IDSS. ഓക്കെ, പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ ഞാൻ മനസ്സിലാവും. ഫസ്റ്റത്തെ കേസിൽ ഞാൻ ഈ റെഡ് പോയിന്റർ വെച്ചിട്ടില്ലേ, ഈ ഒരു വോൾട്ടേജ് ആണ് ഇതിന്റെ പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു പിഞ്ച് ഓഫ് വോൾട്ടേജ് മുതലാണ് അത്യാവശ്യം
ഒരു ഈ മാക്സ് ഔട്ട്പുട്ട് കറന്റ് കോൺസ്റ്റൻസി കീപ്പ് ചെയ്യുന്നത് അല്ലേ. സോ ഇനി രണ്ടാമത്തെ കേസിൽ ഒന്ന് നോക്കി നോക്കിയേ. ഇതിന്റെ പിഞ്ച് ഓഫ് വോൾട്ടേജ് ഞാൻ ഫസ്റ്റ് VGS ഈക്വൽ ടു 0 ആവുമ്പോൾ ഞാൻ കൺസിഡർ ചെയ്ത പിഞ്ച് ഓഫ് വോൾട്ടേജിനെക്കാട്ടിയും കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അതാണ് ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ എത്രത്തോളം നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് പിഞ്ച് ഓഫ് വോൾട്ടേജ് ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, നമുക്ക് കിട്ടുന്ന പിഞ്ച് ഓഫ് വോൾട്ടേജ് കുറഞ്ഞു വരും. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് സാച്ചുറേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. പെട്ടെന്ന് സാച്ചുറേഷൻ അച്ചീവ് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു കേസിൽ, അതായത് VGS 0 ആവുന്ന കേസിൽ VGS 0 ആവുന്ന കേസിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഈ ഒരു VP ഉണ്ടോ, ഈ ഒരു VP ഒരു 4 വോൾട്ട് ആണ് അതിന്റെ ഈ പറയുന്ന പോലെ പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്നുണ്ടെങ്കിൽ ആ ഒരു 4 വോൾട്ടേജ് മുതലാണ് ഇതൊരു സാച്ചുറേഷൻ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ VGS ഈക്വൽ ടു -1 വോൾട്ട് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഈ പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്നുള്ളത് ഒരു 4 വോൾട്ട് ഇല്ല, ഒരു 3.8 വോൾട്ടോ 3.7 വോൾട്ടോ ആണെന്നുണ്ടെങ്കിൽ ആ 3.7 വോൾട്ട് മുതൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാച്ചുറേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഇത് നമുക്ക് നോക്കി നോക്കാം. കളർ ഒന്ന് മാറ്റട്ടെ. ഇതേപോലെ തന്നെ ഇനി വീണ്ടും നമ്മൾ ഈ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് നെഗറ്റീവ് ആക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അതായത് ഒരു പർട്ടിക്കുലർ ഒരു വോൾട്ടേജ് വരെ ഈ പറയുന്ന ഈ മാക്സിമം ഡ്രെയിൻ കറന്റ് ലീനിയർലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ആ ഒരു പോയിന്റ് മുതൽ ഈ പിഞ്ച് ഓഫ് വോൾട്ടേജ് അച്ചീവ് ചെയ്ത ആ പിഞ്ച് ഓഫ് വോൾട്ടേജ് മുതൽ എന്ത് ചെയ്യും, ആ കറന്റ് കോൺസ്റ്റൻസി കീപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ VGS -1 വോൾട്ട് ആകുമ്പോൾ നമുക്ക് എന്താ ഒരു മാക്സിമം കറന്റ് നമുക്ക് പിഞ്ച് ഓഫ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പിഞ്ച് ഓഫ് അച്ചീവ് ചെയ്യുന്ന ആ പോയിന്റിൽ ഒരു മാക്സിമം കറന്റ് കിട്ടി. അതേപോലെ തന്നെ എന്താണ് VGS അവിടെ ഒരു വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് VGS is equal to -2 വോൾട്ട്. ഓക്കെ, VGS equal to -2 വോൾട്ട്. അപ്പോ ഇവിടെ എന്താ ഉണ്ടായേ ഒന്ന് നോക്കി നോക്കാം. ഇവിടെ ഞാൻ ഈ പറയുന്ന പോലെ പിഞ്ച് ഓഫ് വോൾട്ടേജ് വരെ ഈ പറയുന്ന JFET എന്ത് ചെയ്തു, കറന്റിനെ ലീനിയർലി അത് ഇൻക്രീസ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ആ പിഞ്ച് ഓഫ് വോൾട്ടേജ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്തായി, ഈ പറയുന്ന പോലെ ആ ഒരു ഡ്രെയിൻ കറന്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കറന്റ് കോൺസ്റ്റൻസി കീപ് ചെയ്തു. അപ്പോൾ ഇതിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഈ അതായത് VGS ഈക്വൽ ടു -1 വോൾട്ട് ആവുന്ന ആ ടൈമിലുള്ള പിഞ്ച് ഓഫ് വോൾട്ടേജ് അല്ല നമുക്ക് എന്ത് ചെയ്യുന്നത്, VGS ഈക്വൽ ടു -2 വോൾട്ടേജ് ആകുമ്പോൾ കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, പിഞ്ച് ഓഫ് വോൾട്ടേജ് നമുക്ക് ഫസ്റ്റ് കണ്ടീഷനിൽ, അതായത് -1 വോൾട്ടിൽ കിട്ടുന്ന പിഞ്ച് ഓഫ് വോൾട്ടേജിനെക്കാട്ടും കുറവാണ് VGS ഈക്വൽ ടു -2 വോൾട്ട് ആകുമ്പോൾ കിട്ടുന്ന പിഞ്ച് ഓഫ് വോൾട്ടേജ്. അല്ലെങ്കിൽ ഈ VGS ഈക്വൽ ടു -2 വോൾട്ട് ആകുമ്പോൾ VGS ഈക്വൽ ടു 0 വോൾട്ട് ആവുന്നതിലും VGS ഈക്വൽ ടു -1 വോൾട്ട് ആവുന്നതിലും അപേക്ഷിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് സാച്ചുറേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞു ആദ്യത്തെ കേസിൽ പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 വോൾട്ട് ആണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കേസിൽ കിട്ടുന്ന പിഞ്ച് ഓഫ് വോൾട്ടേജ് ചിലപ്പോൾ ഒരു 3.7 3.8 എന്തെങ്കിലും ആവും. ഈ ഒരു കേസിൽ ഈ പറയുന്ന പോലെ നമുക്ക് കിട്ടുന്ന പിഞ്ച് ഓഫ് വോൾട്ടേജ് ആ രണ്ട് കേസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. ഒരിക്കലും എനിക്കൊരു 3 വോൾട്ട് ഒക്കെ എനിക്ക് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഇനി VGS ഈക്വൽ ടു -2 വോൾട്ട് എന്ന് പറഞ്ഞു. അതേപോലെ ഇപ്പോ ലെറ്റ് സപ്പോസ് നമ്മൾ VGS ഈക്വൽ ടു VP കൊടുത്തു, അതായത് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് പിഞ്ച് ഓഫ് വോൾട്ടേജിനെ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പൊ എന്താ ഉണ്ടാവുക, ഞാൻ നല്ലൊരു ഇക്വേഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്ട് ഇക്വേഷൻ എന്നായിരുന്നു അതിന്റെ പേര്. സോ ആ ഒരു ഇക്വേഷനും ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന കൺസിഡറേഷൻ എന്തായിരുന്നു, VGS ഈക്വൽ ടു VP. ഓക്കെ, ആ ഇക്വേഷനിൽ VGS ഈക്വൽ ടു VP ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഡ്രെയിൻ കറന്റ് എന്താണെന്ന് നമ്മളൊന്ന് ബേസിക്കലി സാധാരണ ലോജിക്ക് വെച്ചിട്ട് ആലോചിച്ചാൽ മതി അല്ലെ. സോ നമുക്ക് കിട്ടിയിരുന്ന ഷോർട്ട് ഇക്വേഷൻ എന്തായിരുന്നു, ഷോർട്ട് ഇക്വേഷൻ ഞാൻ ഇവിടെ IDSS into 1 minus VGS by VP. 1 minus VGS by VP the whole square അല്ലെ. അപ്പൊ 0 വരും. അപ്പൊ 0 വരും. അപ്പൊ എന്താ നമുക്ക് കിട്ടുക, ഇവിടെ നമ്മൾ ഇതേപോലെ VGS VP ആവുന്ന ടൈമിൽ എന്ത് കിട്ടും, നമുക്ക് ഡ്രെയിൻ കറന്റ് വാല്യൂ എന്താ കിട്ടുക, 0 അല്ലേ കിട്ടുക.
ഓക്കെ, ആ അപ്പോ 0. ഇതാണ് യെല്ലോ ലൈനില് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അത്രേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ കേസിൽ VGS-നെ 0 വോൾട്ട് ആക്കിയിട്ട്, അതായത് വോൾട്ടേജ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ആ ഒരു കേസിൽ നമുക്ക് സാച്ചുറേഷൻ കിട്ടി. പക്ഷെ സാച്ചുറേഷൻ കിട്ടിയത് ബാക്കിയുള്ള ഇപ്പോൾ നമ്മൾ എടുത്ത സെക്കൻഡ് കൺസിഡറേഷൻസ്, അതായത് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് നെഗറ്റീവ് വോൾട്ടേജ് ആകുന്ന ആ സമയത്ത് കിട്ടുന്ന സാച്ചുറേഷനെ കാട്ടി അല്ലെങ്കിൽ ആ സാച്ചുറേഷൻ പോയിന്റിനെ കാട്ടി ഒരു ഹയർ വാല്യൂ ആയിരിക്കും VGS = 0 വോൾട്ട് ആകുമ്പോൾ കിട്ടുന്ന സാച്ചുറേഷൻ വാല്യൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ പിഞ്ച് ഓഫ് വോൾട്ടേജ് VGS = 0 വോൾട്ട് ആകുമ്പോൾ ആ സമയത്ത് കിട്ടുന്ന പിഞ്ച് ഓഫ് വോൾട്ടേജ് ബാക്കി സന്ദർഭങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസിക്കലി ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ VGS ഞാൻ പറഞ്ഞു നെഗറ്റീവ് വോൾട്ടേജ് മാത്രമേ നമുക്ക് ഇതിൽ കൊടുക്കാനായിട്ട് സാധിക്കൂ. കാരണം എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കാര്യം ഞാൻ ചോദിക്കാം നിങ്ങളുടെ അടുത്ത്. ഒരു ട്രാൻസിസ്റ്റർ എപ്പോഴാണ് ആക്റ്റീവ്ലി വർക്കിംഗ് ആണെന്ന് പറയാം? അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ ഏത് കണ്ടീഷൻ കൊടുക്കുമ്പോഴാണ് ആ ട്രാൻസിസ്റ്റർ എഫക്റ്റീവ്ലി വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ അത് പെർഫെക്റ്റ്ലി കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കാം ഒരു ട്രാൻസിസ്റ്ററിന്റെ കേസിൽ? ഫോർവേഡ് ബൈസിങ്. ഏതാ? ഫോർവേഡ് ബൈസിങ്. അല്ല, ഫോർവേഡ് ബയസിംഗിൽ കണ്ടക്ട് ചെയ്യാതിരിക്കല്ലേ ചെയ്യാ ഒരു ഫെറ്റ് ഒക്കെ. റിവേഴ്സ് ബയസിലാവുമ്പോഴേ അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇലക്ട്രോൺസിനൊക്കെ കണ്ടക്ട് ചെയ്യുള്ളൂ. ഓക്കെ ആ ആ ഓക്കെ അപ്പൊ ട്രാൻസിസ്റ്ററിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്റ്റീവ്ലി വർക്കിംഗ് അല്ലെങ്കിൽ ആക്റ്റീവ്ലി അതിന് വർക്ക് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മസ്റ്റ് ബി ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് റിവേഴ്സ് ബയസിംഗിലാണെങ്കിൽ മാത്രമേ ഈ ട്രാൻസിസ്റ്ററിനൊക്കെ ഈ കറന്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉള്ളൂ. സോ ഞാനിപ്പോ ഇവിടുത്തെ ഈ ഒരു ഫിഗർ മായ്ക്കാണ്. ഓക്കെ, മായ്ക്കാണ്. ഇനി നമുക്ക് ആ JFET-ന്റെ ഒരു ഇതാ ഈ ഒരു ഫിഗറിലോട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഇവിടെ VGS ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത് VGS = നെഗറ്റീവ് വോൾട്ടേജ് ആണ്. നമുക്ക് ഒരിക്കലും VGS-നെ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് പോസിറ്റീവ് ആയിക്കൊണ്ട് നമുക്കൊരു JFET-നെ പ്രവർത്തിക്കാനായിട്ട് എഫക്റ്റീവ്ലി അതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിന്റെ കാരണം എന്താ വിചാരിച്ചാല് ഒന്ന് നോക്കി നോക്കാം. ഈ ഒരു കേസില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ബേസിക് വർക്കിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ VDS കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്യപ്പെടുന്നുണ്ട് ഇല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ഏത് കൂടെയാണ്? JFET-ന്റെ ഏത് കൂടെയാണ്? N ചാനൽ. N ചാനൽ ആണെങ്കിൽ ഓക്കെ, ചാനൽ കൂടെയാണ് ബേസിക്കലി ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? സോ ഞാൻ ഇതിനൊന്ന് സൂം ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവിടെ ഓക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഈ ചാനൽ ഒന്ന് കൺസിഡർ ചെയ്യാം കേട്ടോ. സോ ഞാൻ പറഞ്ഞു ഇലക്ട്രോൺസ് ഇങ്ങനെ ഇലക്ട്രോൺസ് ഈ രീതിയിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? ഈ റോസ് ലൈൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് സോഴ്സ് നിന്ന് ഡ്രെയിനിലോട്ട് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് VDS കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങനെ വളരെ പെട്ടെന്ന് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കേസിൽ നമുക്ക് ഈ ചാനൽ ഉണ്ടല്ലോ, ചാനൽ കൂടെ ഞാൻ പറഞ്ഞു കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട് ഇല്ലേ? ഓക്കെ, കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാനലിനെ ഒരു സീരീസ് ഓഫ് റെസിസ്റ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമല്ലേ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് VDS നമ്മൾ ഔട്ട്പുട്ട് ലൂപ്പിൽ കൊടുക്കുമ്പോൾ ചാനൽ കൂടെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അത് പ്രകാരം ഒരു കൺവെൻഷണൽ കറന്റ് ID ഡ്രെയിൻ സോഴ്സിലോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമില് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോസസ്സിൽ നമുക്ക് ചാനലിനെ ഒരു സീരീസ് ഓഫ് റെസിസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഈ ഡ്രെയിൻ ടു സോഴ്സ് വരെയുള്ള ഈ ഒരു പാർട്ട് ഓഫ് ചാനലിന് ഇപ്പോ ഞാൻ ഇവിടെ ഈ VDS ഒരു 2 വോൾട്ടാന്ന് വിചാരിക്കാം. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സപ്പോസ് ഞാൻ കൊടുത്തിരിക്കുന്ന ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജിന്റെ വാല്യൂ 2 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഡ്രെയിൻ ടു സോഴ്സിന്റെ വാല്യൂ ആയിട്ടുള്ള 2 വോൾട്ടേജ് ഈ ചാനലിനും കിട്ടും ഇല്ലേ? ഫോർവേഡ് ബയസിൽ ആയതുകൊണ്ട് തന്നെ
സോറി ഫോർവേഡ് ബയസിംഗ് അല്ല, ഈ ബാറ്ററി ഈ ഈ ജെഫെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫോർവേഡ് ബയസിലായതുകൊണ്ട് തന്നെ ഈ ചാനലിനും ഈ പറഞ്ഞ പോലെ തന്നെ ഈ VDS പൂർണ്ണമായിട്ട് കിട്ടും. ആ വോൾട്ടേജ് എത്രയാണോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ വോൾട്ടേജ് തന്നെയാവും നമുക്ക് ചാനലിലും കിട്ടുന്നത് അല്ലേ. ഇപ്പൊ 2 വോൾട്ടേജ് ആണെങ്കിൽ ഇവിടെ 2 വോൾട്ടേജ് കിട്ടും, 3 വോൾട്ടേജ് ആണെങ്കിൽ 3 വോൾട്ടേജ് കിട്ടും, 4 വോൾട്ടേജ് ആണെങ്കിൽ 4 വോൾട്ടേജ് കിട്ടും. ഓക്കെ, സോ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താ വെച്ചാല് നമ്മൾ ഈ ചാനലിനെ ഒരു സീരീസ് ഓഫ് റെസിസ്റ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഈ ഡ്രെയിനിന്റെയും സോഴ്സിന്റെ ഇടയ്ക്ക് ഞാനൊരു 4 റെസിസ്റ്റർ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഒരു അതായത് ഇവിടെ ഒരു ഫസ്റ്റ് റെസിസ്റ്റർ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഒരു രണ്ടാമത്തെ റെസിസ്റ്റർ ഉണ്ടാവും, ഇവിടെ ഒരു മൂന്നാമത്തെ റെസിസ്റ്റർ, അതിന്റെ ഇവിടെ ഒരു നാലാമത്തെ റെസിസ്റ്റർ. ഈ 4 റെസിസ്റ്റേഴ്സിനെ സീരീസിൽ വെച്ചതിനോട് അനലോഗസ് ആണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ചാനൽ എന്ന് വിചാരിക്കാം. അപ്പോ VDS 2 വോൾട്ടേജ് അല്ലേ കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞു 2 വോൾട്ടേജ് ആണ് നമ്മൾ കൊടുക്കുന്ന VDS. സോ ഇത് സീരീസ് ഫാഷനിലായതുകൊണ്ട് തന്നെ ഈ ഓരോ റെസിസ്റ്റേഴ്സിനും എത്ര വീതം വോൾട്ടേജ് കിട്ടും ഒന്ന് പറയാൻ പറ്റുമോ? 2/4, അതായത് 0.5 വോൾട്ടേജ് വെച്ചിട്ട് 0.5. അല്ലേ. ഓക്കെ, അതായത് ഈ ഒരു പാർട്ടില്, അതായത് ഞാനിപ്പോ എന്താ പറയാ, ഈ ഒരു പോയിന്റർ വെച്ചിരിക്കുന്ന ഈ പാർട്ടില് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് 0.5 വോൾട്ടേജ് ആയിരിക്കും അല്ലേ. ഈ പാർട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? അതായത് നമുക്ക് ഇവിടെ 0.5 വോൾട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഈ പാർട്ടിൽ അല്ലെങ്കിൽ ഈ റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ് എത്രയാവും? 0.5. എത്രയാ? അത് 0.5 ഇതിനും കിട്ടുന്നുണ്ട്, 0.5 ഇതിനും കിട്ടുന്നുണ്ട്. ഇത് രണ്ടും സീരീസ് ആയിട്ടാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എഫക്റ്റീവ് വോൾട്ടേജ് എത്ര? യെസ്, 1 വോൾട്ട് കിട്ടും. അതിന്റെ മൂന്നാമത്തെ എത്ര കിട്ടും? 1.5 വോൾട്ട് കിട്ടും അല്ലേ. 1.5. ആ, ഈ നാലാമത്തെ എത്ര കിട്ടും? 2 2. വോൾട്ട് കിട്ടും അല്ലേ. അപ്പൊ നമ്മള് ഇതാ ഈ ഒരു, അതായത് ഏത് പാർട്ട് വേണമെങ്കിൽ ഏത് റെസിസ്റ്റർ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ഈ നാലാമത്തെ റെസിസ്റ്റർ ഉണ്ട്, ഈ പോയിന്റ് വെച്ചിരിക്കുന്ന ആ റെസിസ്റ്റർ ഇല്ലേ. ഓക്കെ, ആ റെസിസ്റ്റർ ഞാൻ കൺസിഡർ ചെയ്യാണ്, അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യാണ്. അപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 2 വോൾട്ടേജ് അല്ലേ, 2 വോൾട്ട് ആണ്. മാത്രല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു JFETന്റെ ഒരു ബേസിക്, ഇപ്പൊ നമ്മൾ ബയാസിംഗ് പഠിച്ച സമയത്ത് എപ്പോഴും ഗേറ്റ് കറന്റ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. IG എപ്പോഴും അത് 0 ആയിരിക്കും. ആ, IG 0 എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? വോൾട്ടേജ് അക്രോസ് ദ ഗേറ്റ് ടെർമിനൽ 0 ആണെന്നല്ലേ. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ ഇവിടെ എനിക്ക് ഈ പോയിന്റർ വെച്ച ഈ സ്ഥലത്തിന്റെ വോൾട്ടേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 വോൾട്ടും ആണ്. ആൻഡ് നമ്മുടെ ഈ ചാനലില് ഏത് റെസിസ്റ്റർ വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ നാലാമത്തെ റെസിസ്റ്റർ അതിന്റെ വാല്യൂ കൂടുതലായത് കൊണ്ട് എടുത്തു എന്നുള്ളൂ. ഇപ്പൊ ഈ നാലാമത്തെ റെസിസ്റ്ററിനെ കൺസിഡർ ചെയ്യാം. എനിക്ക് അവിടെ കിട്ടുന്ന വോൾട്ടേജിന്റെ വാല്യൂ എത്രയായിരുന്നു? 2 വോൾട്ട് ആയിരുന്നു അല്ലേ. അപ്പൊ 2 വോൾട്ട് ആയിരുന്നു. അപ്പൊ ഒന്നുമില്ല, ഈ ഗേറ്റിന് അക്രോസ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ അല്ലെങ്കിൽ JFETന്റെ ടെർമിനൽ ഏതാ? വിച്ച് ഈസ് എ ടൈപ്പ് ഓഫ് പി ടൈപ്പ് സെമി കണ്ടക്ടർ അല്ലേ. പി ടൈപ്പ് അല്ലേ. അപ്പൊ പി ടൈപ്പ് നമ്മള് 0 വോൾട്ടിൽ കണക്ട് ചെയ്തു. ആൻഡ് നമ്മുടെ ചാനൽ ഏത് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ആണ്? എൻ ടൈപ്പ്. ആ എൻ ടൈപ്പിലാണല്ലോ നമ്മൾ ഈ സീരീസ് ആയിട്ട് റെസിസ്റ്റർ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ആ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ അത് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ വോൾട്ടേജിലോട്ടല്ലേ, 2 വോൾട്ടിക്കാണ് അതായത് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ പി ടൈപ്പ് ഒരു ലോവർ പൊട്ടൻഷ്യൽക്ക് അല്ലേ. 0 വോൾട്ട്. അപ്പോ എന്താ നമുക്ക് എന്ത് പറയാം? ഈ JFET വർക്ക് ചെയ്യുന്നത് റിവേഴ്സ് ബയസിലാന്ന് പറഞ്ഞൂടെ. അതായത് പി ടൈപ്പ് സോറി ഓക്കെ, അതായത് ഈ പി ടൈപ്പ് സെമി കണ്ടക്ടർ ലോവർ പൊട്ടൻഷ്യലിലോട്ടും എൻ ടൈപ്പ് ഹയർ പൊട്ടൻഷ്യലിലോട്ടും അല്ലേ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്ത് പറയാം? അപ്പൊ നമുക്ക് പറയാം JFET വർക്ക് ചെയ്യുന്നത് റിവേഴ്സ് ബയാസിലാണ് അല്ലെ. അപ്പോ ഇവിടെ VGS, അപ്പോ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, JFET വർക്ക് ചെയ്യണമെങ്കിൽ അത് എല്ലായ്പ്പോഴും റിവേഴ്സ് ബയാസിലായിരിക്കണം അല്ലേ.
ആ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ ഞാൻ എന്റെ ഈ ഞാൻ പറഞ്ഞു ഇവിടെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കൊടുത്തിട്ടില്ല വിചാരിക്കാം. ഇത് ഞാൻ വെറുതെ വരച്ചാണ് കേട്ടോ. ഈ ഒരു പറയുന്ന ഈ പോയിന്റർ വെച്ച സംഭവം ഞാൻ ഇപ്പോ കൺസിഡർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇത് 0 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ആകുമ്പോ ഞാൻ പറഞ്ഞു ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എനിക്ക് 0 വോൾട്ട് ആവില്ലേ? അതുകൊണ്ട് ഇത് ആ എന്താണ്, റിവേഴ്സ് ബയസ് ആണ്. ഇനി ഒരു കാര്യം നോക്കി നോക്കാം. ഇനി ഞാനിവിടെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തു, അതായത് BGG ഇപ്പൊ ഒരു -1 വോൾട്ട് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ -1 വോൾട്ട് ആകുമ്പോൾ നമുക്ക് ഈ ഗേറ്റ് ടെർമിനൽ അക്രോസ് ആയിട്ട് എത്ര വോൾട്ട് കിട്ടും? -1 വോൾട്ട് കിട്ടില്ലേ? ആ -1 വോൾട്ട് കിട്ടും. അപ്പോഴും നമ്മൾക്ക് ഇപ്പോ ഈ ഒരു രണ്ടാമത്തെ ഈ പോയിന്റർ വെച്ചിരിക്കുന്ന ഈ ഒരു പറയുന്ന ഈ റെസിസ്റ്ററിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എൻ ചാനലിലാണ് അത് ഈ പറയുന്ന പോലെ നമ്മൾ ഈ സീരീസ് ഓഫ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ പി ടൈപ്പ് സെമി കണ്ടക്ടർ -1 വോൾട്ടിലോട്ടും കണക്ട് ആവും. പിന്നെ ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എത്ര വോൾട്ടിലോട്ട് കണക്ട് ആവും? ഈ റെസിസ്റ്ററിനെ നോക്കുകയാണെങ്കിൽ അത് 2 വോൾട്ട് ആണ്, ഇതാണെങ്കിൽ 1.5 വോൾട്ട് ആണ് അല്ലേ? സോ ആ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പി അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടർ കണക്ട് ആയപ്പെട്ടേക്കുന്ന ആ ഒരു പൊട്ടൻഷ്യലിനെക്കാട്ടും വലിയൊരു വാല്യൂ ആയിട്ടാണ് ആര് കണക്ട് ചെയ്തിട്ടുള്ളത്? എൻ ടൈപ്പ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? N type. അപ്പോ ആ ഒരു സിറ്റുവേഷനിലും ഈ സംഭവം എന്താ, റിവേഴ്സ് ബയസിങ് അല്ലേ? റിവേഴ്സ് ബയസ് ആണ്. അതായത് VGS നമുക്ക് വേണമെങ്കിൽ എത്രത്തോളം നെഗറ്റീവ് ആക്കാൻ പറ്റുമോ അത്രത്തോളം നെഗറ്റീവ് ആക്കാൻ പറ്റും. അതിന്റെ വർക്കിങ്ങിൽ കാര്യമായിട്ടുള്ള ഈ പറയുന്ന പോലെ കറന്റിന്റെ കണ്ടക്ഷനിൽ അത് വലിയ തടസ്സമൊന്നും ഉണ്ടാക്കില്ല. ഞാൻ നേരെ മറിച്ച് ഞാൻ VGS ഒരു പോസിറ്റീവ് വാല്യൂ ഇവിടെ ഞാനൊരു പറയുന്ന പോലെ ഒരു 2 വോൾട്ടോ 1 വോൾട്ടോ ആണ്, ഒരു 1 വോൾട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം ഞാനിവിടെ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനൊരു 1 വോൾട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക ഗേറ്റ് ടെർമിനലിന് അക്രോസ് ആയിട്ട്. അതായത് VGS ഒരു 1 വോൾട്ട് കൊടുത്തു വിചാരിക്കുക. മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ആദ്യത്തെ ഏറ്റവും മുകളിലത്തെ റെസിസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ ടൈപ്പ് 2 വോൾട്ടിലോട്ടാണ് ആൻഡ് പി ടൈപ്പ് 1 വോൾട്ടിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ കണ്ടീഷൻ ശരിയാ. പക്ഷേ ഞാൻ പറഞ്ഞു എൻ ചാനൽ ഈ ഒരൊറ്റ റെസിസ്റ്റർ കൊണ്ട് മാത്രമല്ലല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ല, സീരീസ് ഓഫ് സീരീസ് ഓഫ് റെസിസ്റ്റർ ആണ്. ഞാൻ നേരത്തെ കണ്ടീഷനിൽ നമുക്കൊരു പർട്ടിക്കുലർ റെസിസ്റ്റർ വെച്ചിട്ട് കാര്യങ്ങൾ പറയാന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആ ഒരു സൈഡിലോട്ട് ഞാൻ പോയത്. ഇപ്പോ നമുക്ക് നോക്കാം. ഈ 2 വോൾട്ട് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് പറയാം വിച്ച് ഈസ് എ റിവേഴ്സ് ബയസ്, അതുകൊണ്ട് കറന്റ് ഈസിലി കണ്ടക്ഷൻ അല്ലെങ്കിൽ കറന്റ് നമുക്ക് ഈസിലി നമുക്ക് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ തെറ്റാണ്. കാരണം ഞാൻ പറഞ്ഞു ഈ എൻ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരീസ് ഓഫ് റെസിസ്റ്റർ ആണ് അല്ലെ? ഇപ്പോ സീരീസ് ഓഫ് റെസിസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇപ്പൊ ഞാൻ ഈ ഒരു മൂന്നാമത്തെ റെസിസ്റ്റർ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, മൂന്നാമത്തെ അല്ലെ നാലാമത്തെ റെസിസ്റ്റർ കൺസിഡർ ചെയ്ത് വിചാരിക്കാം. എനിക്ക് ഇവിടെ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയായിരുന്നു? 0.5 വോൾട്ട് അല്ലേ? 0.5. അപ്പൊ ഇവിടെ 1 ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഈസിലി നമുക്ക് എന്ത് പറയാം? ഈസിലി അത് ഒരിക്കലും റിവേഴ്സ് ബയസിൽ അത് ആയിരിക്കൂല. ഓക്കെ, റിവേഴ്സ് ബയസിൽ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഏത് അതായത് സിംഗിൾ ആയിട്ട് റെസിസ്റ്റേഴ്സിന് എടുത്ത് നോക്കിയിട്ട് അതിന്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 4 എണ്ണം എന്നുണ്ടെങ്കിൽ ആ 4 എണ്ണത്തിനെയും ഈ റിവേഴ്സ് ബയസിങ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലൂടെ ഈ പറയുന്ന പോലെ ഐഡിയനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഞാനിവിടെ ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ JFET ഫോർവേഡ് ബയസിങ്ങിലോട്ട് അതിന്റെ വർക്കിങ്ങിനെ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോ ഇവിടെ ഞാനൊരു 1 വോൾട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ ഇവിടെ വീഡിയോ 2 വോൾട്ടേജ് ആണ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 4 റെസിസ്റ്റർ അല്ല കേട്ടോ ഉണ്ടാവുള്ളൂ. ഇഷ്ടംപോലെ നമ്പർ ഓഫ് റെസിസ്റ്റർ ഈ പറയുന്ന പോലെ ചാനലിന് അക്രോസ് ആയിട്ട് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യുന്നു വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു JFET ഫോർവേഡ് ബയസിങ് ആവും. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഒരിക്കലും ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് ഒരു പോസിറ്റീവ് വാല്യൂ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല.
ഹലോ ഹലോ മുറിഞ്ഞു പോയി. മുറിഞ്ഞോ? ക്ലാസ് മുറിഞ്ഞു പോയി. കേൾക്കല്ല. ഇപ്പൊ കേക്കുണ്ട്. ഹലോ ഓക്കെ ഓക്കെ ഓക്കെ. സോ ഞാൻ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് നമുക്ക് ഒരിക്കലും ഒരു പോസിറ്റീവ് വാല്യൂ കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഓക്കെ, ക്വറ്റിനെ നമുക്ക് ഒരു വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ അതിന്റെ ഉള്ളിലോട്ട് വരാം. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സോ ഓക്കെ, ഞാനിപ്പോ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന കാര്യം നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മള് ഈ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ലീനിയർലി ഇൻക്രീസ് ചെയ്യപ്പെടുന്ന പിഞ്ച് ഓഫ് വോൾട്ടേജ് വരെ ഇൻക്രീസ് ചെയ്യപ്പെടുന്ന ഒരു റീജിയൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന മറ്റൊരു റീജിയൻ ഉണ്ടെന്നും നമുക്ക് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരച്ച് നോക്കിയപ്പോ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ? നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇതായിരുന്നു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഒന്നുമില്ല, ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഒരു പിഞ്ച് ഓഫ് വോൾട്ടേജ് വരെ ലീനിയർലി ഇൻക്രീസ് ചെയ്യപ്പെടുന്ന ഒരു റീജിയൻ ഉണ്ടായിരുന്നു. ഓക്കെ, പിഞ്ച് ഓഫ് വോൾട്ടേജ് വരെ ലീനിയർലി ഇൻക്രീസ് ചെയ്യപ്പെടുന്ന ഒരു റീജിയൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റൻസ് കീപ്പ് ചെയ്യപ്പെടുന്ന മറ്റൊരു റീജിയൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പെട്ടെന്ന് റൈസ് ആവുന്ന റീജിയൻ എന്ന് പറയുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊന്നുമില്ല, BDS നമ്മൾ വളരെ കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനോറമസ് കറന്റ് നമ്മൾ അതിലൂടെ ഫ്ലോ ആകുകയും അത് JFETന്റെ ഒരു ഈ പറയുന്ന പോലെ അത് കേടാനുള്ള സാധ്യതയിലോട്ട് പോവുകയും ചെയ്യും. അതാണ് ഞാൻ ഈ ബ്രേക്ക് ഡൗൺ റീജിയണിൽ ഇങ്ങനെ പെട്ടെന്ന് കറന്റ് റൈസ് ആവണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൺസിഡറേഷനിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഈ ലീനിയർലി ഇൻക്രീസ് ചെയ്യപ്പെടുന്ന ആ ഒരു റീജിയണും വരച്ചുതരാം. ഓക്കെ, ലീനിയർലി ഇൻക്രീസ് ചെയ്യപ്പെടുന്ന ഈ റീജിയണും അതേപോലെ ഈ പറയുന്ന പോലെ ഈ ഒരു സാച്ചുറേഷൻ റീജിയൻ, ഈ കോൺസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഈ റീജിയണിൽ മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. സോ ഫെറ്റിനെ നമുക്ക് ഒരു വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് അല്ലേ? അപ്പോ ഇതിന്റെ അർത്ഥം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നുമില്ല, ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ പറയുന്ന പോലെ വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് കറന്റ് ലീനിയർലി ഇൻക്രീസ് ചെയ്യപ്പെടുന്ന ഈ ഒരു റീജിയനെ പറയുന്ന പേരാണ് ഓമിക് റീജിയൻ. ഓക്കെ, ഈ ഒരു റീജിയനെ പറയുന്ന പേരാണ്, അതായത് ഈ ലൈനിന് ലെഫ്റ്റ് സൈഡിലുള്ള ഈ റീജിയനെ പറയുന്ന പേരാണ് ഓമിക് റീജിയൻ. ആൻഡ് ഈ പറയുന്ന പോലെ പിഞ്ച് ഓഫ് വോൾട്ടേജ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻസി കീപ്പ് ചെയ്യപ്പെടും. അപ്പോ ആ കോൺസ്റ്റൻസി കീപ്പ് ചെയ്യപ്പെടുന്ന ഫെറ്റിന് വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കൺട്രോൾഡ് റെസിസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ നോട്ടിലോട്ട് പോവാൻ ആദ്യം ഈ റീജിയൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ അതിൽ എന്താണ് ഓമിക് റീജിയൻ എന്നും അതേപോലെ എന്താണ് സാച്ചുറേഷൻ റീജിയൻ എന്നും എന്താണ് ബ്രേക്ക് ഡൗൺ റീജിയൻ എന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇത് ഇത്രേ ഉള്ളൂ. The region left pinch off is called ohmic or a region left pinch off is called ohmic or voltage controlled resistance region. Here JFET is acted by input voltage VGS. അതായത് ഇത്രയേ ഉള്ളൂ. ആ ഓമിക് റീജിയനിൽ നമ്മുടെ ഫീൽഡ് ഇഫക്ട് ട്രാൻസിസ്റ്റേഴ്സിനൊക്കെ എന്തായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും? ഒരു വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ആൻഡ് അതിന്റെ റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ആ ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ടുള്ള VGS ആണ്. അതായത് ഓക്കെ, സോ
that is VDS less than VP. Then ID is a function of VGS. ഒന്നുമില്ല, നമുക്ക് ഞാൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞ ഷോർട്ട് ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ID equal to IDSS into 1 minus VGS by VP square. ആ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും ഡ്രെയിൻ കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VGSന്റെ ഒരു ഫംഗ്ഷൻ ആണ്. സോ ഞാൻ പറഞ്ഞു ഇപ്പൊ ഫെറ്റിനെ നമുക്കൊരു വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആർ ഗിവൺ ബൈ RD is given by this value. RD is given by RD is equal to R0 divided by 1 minus VGS by VP the whole square. Okay, where R0 is the resistance with VGS equal to 0 volt and RD resistance at a particular value of VGS. ഇത്രയേ ഉള്ളൂ. ഓമിക് റീജിയനിൽ നമുക്ക് എല്ലാ ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സിനെയും ഒരു റെസിസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അതിന്റെ റെസിസ്റ്റർ RD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെന്ന് പറഞ്ഞു, R0 ഡിവൈഡഡ് ബൈ 1 മൈനസ് VGS by VP സ്ക്വയർ. അപ്പോ ഇത്രയേ ഉള്ളൂ. ഫെറ്റിന് നമുക്കൊരു വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നുമില്ല, ഓമിക് റീജിയന്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ് ഫെക്ടാസ് VVR എന്നുള്ളത്. ഓക്കെ, ഈ റെസിസ്റ്റർ RD എന്നൊക്കെ പറയുന്ന ഒരു റെസിസ്റ്ററിന് AC സ്മോൾ സിഗ്നൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട് നമ്മുടെ ഫീൽഡ് ഇഫക്ട് ട്രാൻസിസ്റ്ററിന്റെ. സോ ഈ പറയുന്ന വേരിയബിൾ റെസിസ്റ്റൻസ് RDക്കൊക്കെ അവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോ കണ്ടക്ടൻസ് കാണാനാണെന്നുണ്ടെങ്കിലും മില്ലർ കപ്പാസിറ്റൻസ് കാണാനാണെന്നുണ്ടെങ്കിലൊക്കെ ഈ പറയുന്ന നമുക്ക് RDന്റെ ഒരാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഫെറ്റിന് VVR ആയിട്ട് നമുക്ക് എന്ത് ചെയ്യപ്പെടും, ഈ ഓമിക് റീജിയനിൽ ഫെറ്റിന് VVR ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ അതാണ് ഒരു പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഞാൻ ബയാസിങ്ങിന്റെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്ററിലോട്ട് പോകണം. ഇന്നലെ പഠിച്ച സെൽഫ് ബയാസിങ്ങും അതേപോലെ പറയുന്ന പോലെ പഠിച്ചിട്ടുണ്ടായിരുന്നേ ഫിക്സഡ് ബയാസ്, അതിന്റെയൊക്കെ സിമിലാരിറ്റീസ് എന്താന്ന് പറഞ്ഞു, ഡിസിമിലാരിറ്റീസ് എന്താന്ന് പറഞ്ഞു, കിർച്ചോഫ് വോൾട്ടേജ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ പറയുന്ന VGS കാൽക്കുലേറ്റ് ചെയ്യാമെന്നും പിന്നെ ആ VGS ഷോർട്ട് ഇട്ട് കൊടുത്ത ഡ്രെയിൻ കറന്റ്, പക്ഷെ ഈ ഒരു ശരിയാവില്ല. അതിനുള്ള എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ സെൽഫ് ബയാസിങ് കണ്ടു. എന്താ കിട്ടണ നമുക്ക് ഡ്രെയിൻ കറന്റ് വേണം. ഓക്കെ, അപ്പൊ രണ്ടിനെയും നമുക്ക് സൈമൾട്ടേനിയസ്ലി കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ നമ്മള് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിരുന്നു. ഓക്കെ, അങ്ങനെ അപ്രോച്ച് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ക്യൂ പോയെങ്കിൽ ലൈറ്റിംഗ് പോയിന്റ് കിട്ടിയിരുന്നു. അതുകൊണ്ട് എല്ലായ്പ്പോഴും നമുക്ക് ഈ ഗ്രാഫിക്കൽ എന്താ പറയാ, ഹലോ ഹലോ മുറിഞ്ഞു മുറിഞ്ഞു പോണ്ടായിരുന്നു സാറേ. അത് പറഞ്ഞപ്പോ പിന്നെ വീഡിയോ കേക്കണില്ല. ഇപ്പൊ കേൾക്കണ്ടോ? ഇപ്പൊ കേക്കണുണ്ട്. ഇതിപ്പോ ഇവിടുത്തെ നെറ്റിന്റെ കുഴപ്പമാണോ അപ്പോ? അല്ല, ബാക്കി ആർക്കെങ്കിലും കേക്കണ്ടോ? ഞാൻ വിചാരിച്ചു ഇവിടത്തെ ആയിരിക്കും കുറച്ചു നേരം. പിന്നെ കുറെ നേരമായിട്ട് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞപ്പോ പിന്നെ വീഡിയോയും കാണില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ കേൾക്കുന്നില്ല എന്തായാലും. ഇപ്പൊ കേക്കുന്നുണ്ട്. അങ്ങനെ ഡിഫിക്കൽട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നെറ്റിന്റെ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. ഇത് ഇന്നലെ ഉണ്ടായിരുന്നില്ലേ പ്രശ്നം? ഇന്നലെ കുഴപ്പമുണ്ടായില്ല. ഇന്നലെ അങ്ങനെ ഉണ്ടായില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ശരി. ഞാൻ ബയാസിംഗ് ടെക്നിക്സിൽ അവസാനത്തെ ടെക്നിക് ആയിട്ടുള്ള വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് കോൺഫിഗറേഷനിലോട്ട് പോവാം. ഓക്കെ, ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഷെയർ സ്ക്രീൻ. ഓക്കെ, വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. ഓക്കെ, അപ്പോ നമ്മൾ ഇന്നലെ പഠിച്ചു സെൽഫ് ബയാസിങ്ങും ഫിക്സഡ് ബയാസിങ്ങിന്റെ ഒക്കെ സർക്യൂട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു.
അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏതൊരു ബയാസിങ് കോൺഫിഗറേഷന്റെയും സർക്യൂട്ട് നമ്മൾ ഭയങ്കര ഗ്രാസ്പായിട്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കണം. എന്നാലേ നമുക്ക് ഈ പറയുന്ന പോലെ പ്രോബ്ലംസ്, എക്സാമിന് പ്രോബ്ലംസ് വരികയാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സർക്യൂട്ട് മനസ്സിലാക്കിയിട്ട് ഏത് തരം ബയാസിംഗ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ബാക്കിയുള്ള പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ. ഓക്കെ, സോ ഇനി നമുക്ക് ഫിക്സഡ് ബയാസിംഗ് കോൺഫിഗറേഷനിലോട്ട് പോവാം. ഓക്കെ, സോ സോറി, ഫിക്സഡ് ബയാസിംഗ് അല്ല, വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് കോൺഫിഗറേഷനിലോട്ട് പോവാം. സോ ഇതാണ് ഇതിന്റെ ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ഇവിടെ ഗേറ്റിന്റെ ടെർമിനലിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അതേപോലെ ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് R1 R2. ഇതിന് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് എന്ന് പറയാം. പഠിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത. ഡിഗ്രിയിൽ ഒരു പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുണ്ടാവും. ഒരു സീരീസ് ഓഫ് റെസിസ്റ്റർ ഉപയോഗിച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഈ VDD എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് എ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് കോൺഫിഗറേഷൻ. ആൻഡ് പിന്നെ ഈ പറയുന്ന പോലെ ഒന്നുമില്ല, സെൽഫ് ബയാസിംഗിൽ ഉണ്ടായ പോലെ സോഴ്സിൻ ടെർമിനൽ ഒരു RS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിസ്റ്റർ എർത്ത് ചെയ്തിട്ടുണ്ട്. അതിന് അക്രോസ് ആയിട്ട് കപ്പാസിറ്റൻസ്, ഈ പറയുന്ന ഒരു കപ്പാസിറ്റൻസ് ഈ പറയുന്ന പോലെ എർത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രെയിൻ ടെർമിനലിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു RD എന്ന് പറഞ്ഞിട്ടുള്ള റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അത് നേരെ അതിന്റെ ഒരു ടെർമിനൽ ഡ്രെയിനിലോട്ടും ഒരു ടെർമിനൽ ഒരു VDD-ലോട്ടും കൊടുത്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഔട്ട്പുട്ട് ആയിട്ട് നമ്മളൊരു കപ്പാസിറ്റൻസ് C2 എന്ന് പറഞ്ഞിട്ടുള്ള കപ്പാസിറ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ബയാസിംഗ് കോൺഫിഗറേഷൻസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന പോലെ DC അനാലിസിസ് കൺസിഡർ ചെയ്യണം, അല്ലെ? DC അനാലിസിസ് കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഏതൊരു സർക്യൂട്ടിലും കപ്പാസിറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് DC അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻഫിനിറ്റി ആയിരുന്നു, അല്ലേ? അതായത് DC സിഗ്നലിനെ അതിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള കാര്യം. ഇപ്പോഴും മുറിഞ്ഞു പോകുന്നുണ്ടോ? ഹലോ, ഇടക്കിടക്ക് ഇങ്ങനെ മുറിഞ്ഞുകൊണ്ട് ഇപ്പൊ കേക്കുന്നുണ്ട്. ഇടക്കിടക്ക് ഇങ്ങനെ ബ്ലറായിട്ട് ഇങ്ങനെ പതുക്കെ പോണു. വേറെ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ ഇതിലിപ്പോ? ഉണ്ട്, 3 പേരുണ്ട്. വേറെ ആരൊന്നും പറയുന്നില്ല. കേൾക്കുന്നുണ്ടാവൂല, അറിയില്ല. ഇപ്പൊ കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ. സോ ഞാൻ പറഞ്ഞു, DC അനാലിസിസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കപ്പാസിറ്ററിനൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിനെ ഷോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് ഒരു DC സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി ആകും. അതുകൊണ്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള കഴിവ് ഈ കപ്പാസിറ്ററിന് ഇല്ല, ഒരു കപ്പാസിറ്റേഴ്സിന് ഇല്ല. സോ ഇനിയാണ് നമ്മളെ കുറിച്ച് പറയാൻ പോവാണ്. ഫിഗർ ഷോസ് ദ പൊട്ടൻഷ്യൽ ഡിവൈഡർ മെത്തേഡ് ഓഫ് ബയാസിംഗ് ഓഫ് എ ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഓക്കെ, അത് മായ്ച്ചു കളയാം. ഓക്കെ, അപ്പോൾ ഫിഗർ ഷോസ് ദ പൊട്ടൻഷ്യൽ ഡിവൈഡർ മെത്തേഡ് ഓഫ് എ ബയാസിംഗ് ഓഫ് ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ. ദ നെയിം വോൾട്ടേജ് ഡിവൈഡർ ഈസ് given because resistors R1 and R2 form the potential divider across drain supply VDD. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ. Then the voltage across R2 provides the necessary bias. അതായത് ഇതിന് അക്രോസ് ആയിട്ട് ഡെവലപ്പ് ആകുന്ന വോൾട്ടേജ് ആണ് നമ്മുടെ ഈ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിന്റെ വോൾട്ടേജ് ഈ ഔട്ട്പുട്ടിൽ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, സോ ആ ഒരു ഈ പറയുന്ന പോലെ നമുക്ക് ഏതൊരു ബയാസിംഗ് ടെക്നിക്കിലാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിന്റെ ക്യൂ പോയിന്റ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ? സോ ഇതിലും നമ്മൾ ഈ പറയുന്ന പോലെ ഇൻപുട്ട് ലൂപ്പിലും ഔട്ട്പുട്ട് ലൂപ്പിലും കിർച്ചോഫിലും അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതേപോലെ അനാലിസിസ് നടത്തി VGS-നെയും ID-നെയും കണ്ടുപിടിക്കണം. അതാണ് ഈ ഒരു ബയാസിംഗ് ടെക്നിക്കിലും നമ്മുടെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഈ പറയുന്ന പോലെ ഈ ഒരു ഗ്രാഫ് നോക്കുക. ഇതാണ് നമ്മുടെ DC അനാലിസിസിന് വേണ്ട കൺസിഡർ ചെയ്യേണ്ട നെറ്റ്വർക്ക്. അതായത് ഈ RS-ന് അക്രോസ് ആയിട്ടുള്ള കപ്പാസിറ്റർ നമ്മൾ കളഞ്ഞു. അതേപോലെ RD-ക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന C2 എന്ന് പറഞ്ഞിട്ടുള്ള കപ്പാസിറ്ററിനെ നമ്മൾ കളഞ്ഞു.
പിന്നെ ഈ പറയുന്ന പോലെ ഇൻപുട്ട് ഏരിയയിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു C1 ഒരു ലോ കപ്പാസിറ്റർ ആണ്. ഇതൊരു 0.001 മൈക്രോ ഫാരഡ് ഒക്കെ അതിന്റെ വാല്യൂ ഉണ്ടാവുള്ളൂ കേട്ടോ. ശരിക്ക് ഈ പറയുന്ന പോലെ AC സ്മോൾ സിഗ്നൽ അനാലിസിസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കപ്പാസിറ്ററിനെ ഒന്നും അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. സോ ആ ടൈമിലൊക്കെ ഈ കപ്പാസിറ്റർ ഒക്കെ നമുക്ക് എന്തായാലും വേണം. സോ ഞാൻ DC അനാലിസിസ് ആയതുകൊണ്ടാണ് ഇതിനൊക്കെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. സോ ഈ 3 കപ്പാസിറ്ററിനെയും നമ്മൾ കളഞ്ഞു. ഇനി ഈ പറയുന്ന പോലെ ഈ ഇൻപുട്ട് ലൂപ്പിൽ എന്ത് ചെയ്യണം? നമ്മൾ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യണം അല്ലെ? അപ്പോ അതിനായിട്ട് നമുക്ക് നോക്കാം. എന്താ ഈ ഒരു കുറച്ച് ഇക്വേഷൻസ് നമ്മൾ നോക്കാം. എന്താണ് ഇതാ ഈ ഒരു ഗ്രാഫ് നോക്കാം. എന്നിട്ട് നിങ്ങൾ പറയാം ഇതാണ് അതിന്റെ ഗേറ്റ് ടെർമിനൽ, ഇതാണ് VGS, പിന്നെ RS അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് എന്തായാലും ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻപുട്ട് ലൂപ്പിൽ ഈ പറയുന്ന പോലെ കിർച്ചോഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഇപ്പോ സപ്പോസ് നമ്മുടെ ഗേറ്റ് ടെർമിനലിന് അക്രോസ് ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ് ഇപ്പോ തൽക്കാലം VG ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്നാൽ നമ്മൾ ചെയ്ത അതേ പ്രൊസീജിയറാണ് ഇവിടെയും ചെയ്യുന്നത് കേട്ടോ. ഇപ്പോ കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയാം എന്ത് കിട്ടും. ഇവിടെ VG ഉണ്ടാവും, VGS ഉണ്ട്, RS അക്രോസ് ആയിട്ട് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അതായത് VRS. സോ എന്ത് കിട്ടും? VG മൈനസ് VGS മൈനസ് ഓഫ് VRS ഈക്വൽ ടു എന്ത് കിട്ടും? ടോട്ടൽ പൊട്ടൻഷ്യൽ. ഇത് രണ്ടും ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 വോൾട്ട് ആയിരിക്കും. സോ എന്ത് കിട്ടും? VG മൈനസ് VGS മൈനസ് VRS ഈക്വൽ ടു 0. നമുക്ക് കിട്ടേണ്ട എന്താണ്? VGS ആണ് അല്ലേ? VGS ഈക്വൽ ടു VG minus VRS and VGS equal to VG minus നമ്മൾ എന്നാലേ സെൽഫ് ബയാസിംഗ് കോൺഫിഗറേഷൻ പറഞ്ഞിട്ടുണ്ട്. ID ഇൻറ്റു RS എന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓർമ്മല്ലേ ഈ ഒരു ടൈം എങ്ങനെ വന്നെന്നുള്ളത്? ഓക്കെ. സോ നമുക്ക് എന്ത് കിട്ടി? VGS ഈക്വൽ ടു VG മൈനസ് ID RS എന്ന് കിട്ടി. സോ നമുക്ക് VG എത്രയെന്നും കൂടി ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ടെർമിനലില് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ വരുന്ന വോൾട്ടേജ് ആണ് VG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റൻസ് R2 അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് ബേസിക്കലി ഗേറ്റ് വോൾട്ടേജ് VG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമുക്ക് ഒന്നുമില്ല, ഈ R2 അക്രോസ് ആയിട്ട് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തത് എന്താ അറിയോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു പൊട്ടൻഷ്യൽ ഡിവൈഡർ. ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ അപ്പർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VDD ആണ് അല്ലെ? അപ്പൊ VDD പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിംഗ് റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈ R1 എന്ന് പറയുന്ന റെസിസ്റ്റർ കൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ R1 എന്ന് പറയുന്ന റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പും R2 എന്ന് പറയുന്ന റെസിസ്റ്റർ കൂടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പിന്റെ സം ആണ് VDD എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് VDD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ പൊട്ടൻഷ്യൽ ആയിട്ട് കൺസിഡർ ചെയ്താൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ റെസിസ്റ്റർ, ഇവിടെ 2 റെസിസ്റ്റർ ആണുള്ളത്. ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ട് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പിന്റെ ആൾജിബ്രൈക് സം അല്ലെങ്കിൽ വെക്ടോറിക് സം ആണ് ഈ പറയുന്ന അപ്പർ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള VDD. അപ്പൊ അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ലെറ്റ് VDD is equal to എന്താ? IR1 R1 പ്ലസ് IR2 R2. IR1 R1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R1 എന്നുള്ള റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെ? IR1 R1 അതായത് കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ്, വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, പ്ലസ് IR2 ഇൻറ്റു R2. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഈ പറയുന്ന പോലെ ഇതൊരു ജംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഈ ഒരു ജംഗ്ഷൻ നിന്ന് ഇപ്പോൾ മുകളിലോട്ടും താഴോട്ടും മാത്രമേ നമുക്ക് ഇവിടെ ഇൻപുട്ട് ലൂപ്പില് കറന്റ് ഫ്ലോ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള എന്താണ്? അതായത് ഗേറ്റ് കറന്റ് 0 ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം വേണമെങ്കിൽ ഇവിടെ അസ്യൂം ചെയ്യാം, ഈ ഒരു 2 പാത്തിലോട്ടും ഫ്ലോ ചെയ്യപ്പെടുന്ന കറന്റ് ഈക്വൽ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. അതായത് IR1 ഈക്വൽ ടു IR2 എന്നുള്ള രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് പ്രകാരം ഞാൻ IR1 IR2
ഒരു കോമൺ കറന്റ് ഐ ആയിട്ട് അസ്യൂം ചെയ്തിട്ട് നമുക്ക് ഈ വി ഡി ഡി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പിനെ എങ്ങനെ എഴുതാം? ഐ ഇൻറ്റു സം ഓവർ R1 + R2. സോ നമുക്ക് എന്ത് കിട്ടും? ഐക്ക് ഒരു വാല്യൂ കിട്ടും അല്ലെ? അപ്പൊ സോ ഐ ഈക്വൽ ടു എന്ത് കിട്ടും? ഐ ഇസ് ഈക്വൽ ടു ടോട്ടൽ പൊട്ടൻഷ്യൽ വി ഡി ഡി ഡിവൈഡഡ് ബൈ R1 + R2. സോ നമുക്ക് ഐ എന്ന് പറഞ്ഞിട്ടുള്ള കറന്റ്, അതായത് സർക്യൂട്ടിലൂടെ R2 അക്രോസ് ആയിട്ടും R1 അക്രോസ് ആയിട്ടും നമ്മൾ ഈ ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ വാല്യൂ കിട്ടി. എത്ര കിട്ടി? വി ഡി ഡി ബൈ R1 + R2 R2 എന്ന് കിട്ടി. സോ ഇനി ഞാൻ പറഞ്ഞു, ഈ R2 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് VG ആണെന്ന് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ നേരത്തെ ഈ കിർച്ചോഫിൽ അപ്ലൈ ചെയ്തപ്പോ എന്ത് കിട്ടി? VGS ഈക്വൽ ടു VG - VRS അല്ലെ? VRS ആയതുകൊണ്ട് തന്നെ ഈ R2 അക്രോസ് ആയിട്ട് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പിനെ പറയുന്ന പേരാണ് VG. ഓക്കെ, ആ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടും. അതാണ് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇതില് ഈ റെസിസ്റ്റർ അക്രോസ് ആയിട്ട് ഒഴുകുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന കറന്റ് അല്ലേ? കറന്റ് എത്രയാണ്? ഐ ഇസ് ഈക്വൽ ടു വി ഡി ഡി ബൈ R1 + R2 ഇൻറ്റു എന്ത് വരും? എന്താണ് പൊട്ടൻഷ്യൽ ആണോ ആ വാല്യൂ ആണ് നമുക്ക് VG ആയിട്ട് ഇവിടെ കിട്ടും. സോ നമ്മൾ പറഞ്ഞു ഐന്റെ വാല്യൂ എത്രയാണ്? VD ഡിവൈഡഡ് ബൈ R1 + R2. സോ വോൾട്ടേജ് അക്രോസ് R2 ഈസ് given by VG and VG is given by I dot R2, sorry, I into R2 and VG is equal to ഈ I ന്റെ വാല്യൂ ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് VG is equal VDD ഡിവൈഡ് കിട്ടും R1 + R2. ഇതാണ് VGന്റെ വാല്യൂ. സോ നമുക്ക് കിർച്ചോഫിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പോലെ ക്യൂ കിട്ടി. എന്താ കിട്ടിയേ? VG is equal to ഈ ഒരു അണ്ടർലൈൻ ഒരു കാര്യം നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ സിമിട്ട് കിർച്ചോഫ് അപ്ലൈ ചെയ്തിട്ട് ഈക്വൽ ടു VG - IDRS where VG is equal to VDD by R1 + R2 into R2. ഓക്കെ, ഇത്രയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ ഇപ്പൊ കേക്കുന്നുണ്ട്. അതിന്റെ ഇടയില് വെച്ച് ബ്ലറായി. പക്ഷെ അത് പറയുമ്പോ സാറ് കേക്കണില്ല എന്ന് തോന്നുന്നുണ്ട്. കേൾക്കുന്നില്ല. ആ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുന്ന കേക്കണ്ട? ഇവിടുത്തെ നെറ്റ്വർക്കിന് അത്യാവശ്യം ഫാസ്റ്റ് ഉണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പൊ ഞാൻ പറയുന്നത് കേക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഓക്കെ. സോ കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പോ നമ്മൾ എന്ത് പറഞ്ഞു? VG is equal to VG - IDRS ആൻഡ് നമ്മളൊരു VGക്ക് എക്സ്പ്രഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? Then the circuit is so designed that IDRS is larger than VG so that VGS is negative. നമ്മൾ പറഞ്ഞു ഒരു ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ സീംലെസ്ലി വർക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ VGSന്റെ വാല്യൂ ഒന്നില്ലെങ്കിൽ 0 വോൾട്ട് ആവണം, അല്ലാന്നുണ്ടെങ്കിൽ എന്താവണം? നെഗറ്റീവ് വോൾട്ടേജ് ആവണം. കാരണം VGS പോസിറ്റീവ് വോൾട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ആ ഒരു വർക്കിങ്ങിന്റെ ടൈമിൽ ഫോർവേഡ് ബയസ് ആവുകയും ആ ഒരു ടൈമിൽ അതിന്റെ വർക്കിംഗ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുകയും ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെ? സോ നമുക്ക് ഇവിടെ VGS നെഗറ്റീവ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സോ ദ സർക്യൂട്ട് ഈസ് സോ ഡിസൈൻഡ് ദാറ്റ് IDRS ഈസ് ലാർജർ ദാൻ VG അല്ലെ? ഈ IDRS VGനേക്കാൾ ലാർജ് എന്താ പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? VGS നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. അതുകൊണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഈ IDRSന്റെ വാല്യൂ VGനെ കാട്ടി നമ്മൾ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിന്റെ കേസിൽ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതേ പറഞ്ഞ പോലെ നമുക്ക് ഐഡിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ പറഞ്ഞ പോലെ മാത്തമാറ്റിക്കൽ അപ്രോച്ച് ആണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഈ ID is equal to IDSS into
1 - VGS/VP² വി ജി എസിന്റെ നമ്മളിപ്പോ ഈ ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഐഡിനും കിട്ടും. സോ VGS ID എന്നുള്ളത് മാത്തമാറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു ഇതിൽ ഈ പറയുന്ന പോലെ VGS കിട്ടണമെന്നുണ്ടെങ്കിൽ നോക്കി നോക്കൂ, ID വേണം അല്ലേ? അപ്പോ ഈ പറയുന്ന പോലെ എന്താ പറയാ ക്വസ്റ്റ്യനിലും ഐഡിയും VGS-ഉം സൈമിൾട്ടേനിയസ്ലി ആയിട്ട് തരുന്ന ക്വസ്റ്റ്യൻസ് വളരെയധികം കുറവാണ്. അപ്പൊ ഇതിലും നമ്മളൊരു ഗ്രാഫിക്കൽ അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഈ രണ്ടിനെയും കിട്ടാനുള്ളൊരു വഴി നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ VGS തരണം, അല്ലെങ്കിൽ ID തരണം. ഇതിൽ ഏതെങ്കിലും തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മറ്റേത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ VG നമുക്ക് എന്തായാലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ അടിക്കല്ലോ, കാരണം R2ഉം R1ഉം പറയുന്ന പോലെ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. VDD എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തരുന്നതാണ്. മുകളിൽ എത്രയാണ് അപ്പർ കട്ട് വോൾട്ടേജ് നോക്കുക, അത് നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. എന്നാലും ഈ ID എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഫംഗ്ഷൻ ഓഫ് ഫീച്ചേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഈ രണ്ടിനെയും സൈമിൾട്ടേനിയസ്ലി മാത്തമാറ്റിക്കൽ അപ്രോച്ച് വെച്ചിട്ട് കിട്ടാനുള്ള ഒരു സാധ്യത, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. സോ ഇത് പറയുന്ന പോലെ ഗ്രാഫിക്കൽ മെത്തേഡ് ടു ഫൈൻഡ് VGS ആൻഡ് ID നമുക്ക് എത്ര നോക്കാം. അതിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് എന്താ? ഡ്രോ ദ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക് കർവ്, അതായത് കർവ് ബിറ്റ്വീൻ ID ആൻഡ് VGS യൂസിങ് ദ ഇക്വേഷൻ ഷോർട്ട് കീ. ഓക്കെ, ID is equal to IDSS into 1 - VGS/VP². ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞതായിരുന്നല്ലേ, നമ്മൾ ഫിക്സഡ് ബയാസിങ്ങിന്റെ സെൽഫ് ബയാസിങ്ങിന്റെ കേസിൽ ഗ്രാഫിക്കൽ അപ്രോച്ച് ചെയ്തപ്പോ ഫസ്റ്റത്തെ പ്രൊസീജിയർ എന്തായിരുന്നു? നമ്മളൊരു P1, P2, P3 എന്ന് പറഞ്ഞിട്ട് ഒരു 3 പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ അത്? എന്നിട്ട് 3 പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്താ ട്രാൻസ്ഫർ കർവ് നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ കർവ് കാണുന്നില്ല ഇത്? ഇല്ല, ഇപ്പൊ ഇതില്ല, സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ലേ? ഇല്ല. ഒരു മിനിറ്റ്. ഷെയർ സ്ക്രീൻ ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ട്. ഹലോ, കാണുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, ഒരു 3 പോയിന്റിനെ കൺസിഡർ ചെയ്തിട്ട് നമ്മളൊരു ട്രാൻസ്ഫർ കർവ് ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. ഈ പ്രൊസീജിയർ എന്താന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റത്തെ പ്രൊസീജിയർ ഒന്നുമില്ല, ഷോർട്ട് ഇക്വേഷൻ ആദ്യം ഇട്ട് കൊടുക്കുക, എന്നിട്ട് എത്രയാണ് ID കിട്ടുന്നത് അതൊരു പോയിന്റ് അല്ലെ. രണ്ടാമത്തെ പ്രൊസീജിയറിൽ എന്താ, ID-നെ 0 ആക്കിയിട്ട് കൊടുക്കുക, എന്നിട്ട് എത്രയാണ് VGS കിട്ടുന്നത് അത് രണ്ടാമത്തെ പോയിന്റില്. മൂന്നാമത്തെ നമുക്ക് ഇഷ്ടമുള്ള ഒരു റാൻഡം പോയിന്റ്, അതായത് ഇപ്പൊ VGS = VP/2. ഞാൻ ഇന്നലെ കൺസിഡർ ചെയ്ത പോയിന്റ് അതാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. VP/2 ആവുമ്പോൾ നമുക്ക് ID എത്ര കിട്ടും? IDSS / 4. അത് നമുക്ക് മൂന്നാമത്തെ പോയിന്റ് നമുക്ക് റാൻഡം ആയിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, കേക്കുന്നുണ്ട്. ഓക്കെ, നെറ്റ് പോകും. ഓക്കെ, സോ അതിന്റെ ഒരു ബേസിസിലാണ് നമ്മൾ ഈ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ട്രാൻസ് കണ്ടക്ടൻസ് കർവ്, ഈ റെഡ് കണ്ടില്ലേ, ഈ റെഡ് പോയിന്റർ നോക്കിയാൽ മതി, ഈ ഒരു 3 പോയിന്റ് വെച്ചിട്ട് വരച്ചിട്ടുള്ളതാണ് ഈ സംഭവം. ഇനി എല്ലാ ഫിക്സ് ബയാസിങ്ങിന്റെ കേസിലും എന്താണ് നമുക്ക് കിട്ടിയ ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ടല്ലോ, ഇപ്പൊ VGS, എന്റെ അമ്മ എന്തത് മിനിറ്റ് കേൾക്കുന്നില്ല അല്ലേ? ഇല്ല, അത് മുറിഞ്ഞു പോണ്. ഒരു മിനിറ്റ്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. ശരി, ഓക്കെ. സോ ഞാൻ നെറ്റിന്റെ എന്താ കംപ്ലൈന്റ്, മനസ്സിലായി. അപ്പോ ഇതിലിപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നലെ അതേപോലെ ഈ ID 0 ആണ് കൺസിഡർ ചെയ്യുക. അപ്പൊ VGS-ന്റെ വാല്യൂ ഇവിടെ എത്ര കിട്ടണേ?
VGS ഈക്വൽ ടു VG മൈനസ് IDRS അല്ലെ. ആൻഡ് VGS ഈക്വൽ ടു VG എന്ന് കിട്ടും. അതായത് ID 0 ആകുമ്പോൾ VGS ഈക്വൽ ടു VG എന്ന് കിട്ടും. അപ്പൊ VG നമുക്ക് എത്രയെന്ന് അറിയാം, VDD ഇൻറ്റു R2/R1 പ്ലസ് R2. അപ്പോൾ R2 R1ഉം R2 R1ഉം അതേപോലെ VDD നമുക്ക് ഒരു പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് VGS എന്ത് കിട്ടും, ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും ഗ്രാഫിക്കൽ അപ്രോച്ചിന്റെ കേസിൽ അല്ലെ. ID 0 വോൾട്ട് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന VGS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. ആൻഡ് ഇനി ID ഈക്വൽ ടു VG/RS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ID ഈക്വൽ ടു VG/RS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ VGS ഈക്വൽ ടു എന്ത് കിട്ടും, VG മൈനസ് IDക്ക് VG/RS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. VG മൈനസ് VG/RS ഇൻറ്റു RS അല്ലെ. അപ്പൊ RSും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി VG മാത്രമേ ഉള്ളൂ. സോ VG/VG മൈനസ് VG വിച്ച് ഇസ് ഈക്വൽ ടു 0 വോൾട്ട്. സോ ഒന്നാമത്തെ പെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 VGS. രണ്ടാമത്തെ പെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും, ഈ പറയുന്ന പോലെ 0 VGS അല്ല, VGS 0. രണ്ടാമത്തെ പെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0, VG/RS. മനസ്സിലായില്ലേ? അതായത് ID 0 മില്ലി ആംപിയർ ആകുമ്പോൾ VGSന്റെ വാല്യൂ ഒരു ഫിക്സഡ് വാല്യൂ VG ആണെന്ന് വിചാരിക്കാം. ആൻഡ് ID ഈക്വൽ ടു VG/RS ആവുന്ന ടൈമിൽ VGS നമുക്ക് എത്ര കിട്ടിയേ, 0 വോൾട്ട് ആണ്. സോ ഈ രണ്ട് പോയിന്റും നമ്മൾ അടുത്തതായിട്ട് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇത്തരത്തിലുള്ള ഒരു കർവാണ് കിട്ടുക. മനസ്സിലായില്ലേ? ഈ ഒരു റെഡ് കർവാണ് നമുക്ക് കിട്ടുക. കാണുന്നുണ്ടോ? ഇപ്പോഴൊന്നും കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ബയാസിങ് ടെക്നിക്സില് ഗ്രാഫിന്റെ അപ്രോച്ച് ചെയ്തപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഈ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ ആണ് നമുക്ക് കിട്ടാൻ പോകുന്ന ക്യൂ പോയിന്റ് അല്ലെ. സോ നമുക്ക് കിട്ടുന്ന ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ആയിരിക്കും. ഞാനിപ്പോ വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വെച്ചിരിക്കുന്ന റെഡ് പോയിന്റ് ഇല്ലേ, അത് y ആക്സിസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, മാക്സിമം കറന്റ് വാല്യൂ ID കിട്ടും. അതേപോലെ എക്സ് ആക്സിസിലോട്ട് ഈ പറയുന്ന പോലെ എന്താ പറയാ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു VGS അല്ലെ, VGS Q എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടും. സോ ഓർഡേർഡ് ബൈ VGS Q IDQ എന്നുള്ള പോയിന്റ് നമുക്ക് ഇത്തരത്തില് ഗ്രാഫിക്കൽ അപ്രോച്ച് വെച്ചിട്ട് സുഖമായിട്ട് ചെയ്യാം. സോ ഇൻ ദ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ബിറ്റ്വീൻ കർവ് ഗീവ്സ് ദ വാല്യൂസ് VGSQ ആൻഡ് IDQ. ആൾസോ ആ ഒരു ലൂപ്പ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന വേറൊരിതാണ് VDD is equal to IDRD plus VDS plus ISRS. അതിന് ഇനി ഞാൻ പറയണോ, കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ അറിയോ എല്ലാവർക്കും? ബേസിക് ആയിട്ടുള്ള കാര്യമാണത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതേപോലെ നമ്മൾ ഇന്നലെ ബയസിങ്ങിന്റെ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് VDS എത്രയാണെന്നും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഫിഗർ. ഇപ്പോ ഈ ഒരു ഔട്ട്പുട്ട് പാത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ട് പാത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ട് പാത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് എക്സാക്ട്ലി സിമിലർ ടു എന്താ, സെൽഫ് ബയാസിങ് അല്ലെ. ഈ ഒരു ഔട്ട്പുട്ട് ലൂപ്പ് എക്സാക്ട്ലി സിമിലർ ടു സെൽഫ് ബയാസിങ് ആണോ അല്ലേ? അവിടെ ഈ പറയുന്ന പോലെ RD ഉണ്ടായിരുന്നു, RS ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ലൂപ്പ് സെൽഫ് ബയാസിങ്ങിന്റെ കോൺഫിഗറേഷൻ ആയിട്ട് എക്സാക്ട്ലി സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ കിട്ടിയ VDS എന്തായിരുന്നു അറിയോ, VDD മൈനസ് ID ഇൻറ്റു RD പ്ലസ് RS എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്തിട്ട് ഡിറൈവ് ചെയ്തപ്പോ അതേ സെയിം ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെയും കിട്ടാൻ പോകുന്നത് അല്ലേ. ഇവിടെ VDD ഉണ്ട്, ID താഴത്തോട്ട് ഒഴുകുന്നു, അതുകൊണ്ട് ഒരു മൈനസ് സൈൻ വേണം. സോ VDD മൈനസ് IDRD, പിന്നെ ഇതിന് അക്രോസ് ആയിട്ട് ഉണ്ടാകുന്ന VRS അല്ലെ, VRS മൈനസ് IDRS വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ VRSനെ ഒരു സൈഡിൽ ഇടുമ്പോൾ എന്ത് കിട്ടും, VDD മൈനസ് IDRD മൈനസ് ഓഫ് ID ഇൻറ്റു RD പ്ലസ് RS വിച്ച് ഇസ് ഈക്വൽ ടു എന്താ പറയാ, വിച്ച് ഇസ് ഈക്വൽ ടു എന്നല്ല, VRS ഈക്വൽ ടു VDD മൈനസ് ID ഇൻറ്റു RD പ്ലസ് RS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അതാണ് ഇതിന്റെ ഈ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിന്റെ നമുക്ക് കിട്ടാൻ പോകുന്ന ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത്രയാണ് നമ്മൾ ഈ സിലബസിലുള്ള ബയാസിങ്ങും അതേപോലെ ഫെറ്റിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നിന്നും ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇവിടെ ക്ലിയർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഉള്ള ടോപ്പിക് ഫെറ്റിന്റെ.
കേൾക്കുന്നുണ്ടോ അപ്പോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ എന്തേലും പ്രോബ്ലം ഒക്കെ സാർ എങ്ങനെ വരും എനിക്ക്? ഏതിന്റെ? ഈ വോൾട്ടേജ് ഡിവൈഡർ ബൈസിന്റെ വോൾട്ടേജ് ഡിവൈഡർ ബയസിന്റെ പ്രോബ്ലം ഇപ്പൊ ഞാൻ നല്ല ഫിക്സഡ് ബയസിന്റെ സെൽഫ് ബയസിന്റെ രണ്ട് പ്രോബ്ലം പറഞ്ഞില്ലേ. ഒന്നുമില്ല, VGS കണ്ടുപിടിക്കാൻ പറയും. ഇതേപോലെ ഒരു സർക്യൂട്ട് കണ്ട് ഇതാ ഇപ്പോ ഈ ഒരു ടൈപ്പ് ഓഫ് സർക്യൂട്ട് ആണല്ലോ വോൾട്ടേജ് ഡിവൈഡർ ബയസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അല്ലേ, ഈ ഒരു ടൈപ്പ് ഓഫ് സർക്യൂട്ട് ആണ്. സോ ഇവിടെ R1ന്റെ R2ന്റെ ഈ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ ഒക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കാൻ പറയാ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ VGS അല്ല, ഓപ്പറേറ്റിംഗ് പോയിന്റ്, അതായത് VGS, ID കണ്ടുപിടിക്കാൻ പറയും. അതേപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് VDS കണ്ടുപിടിക്കാനും പറയും. ഈ VGS-ഉം VDS-ഉം IDയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു 95% ക്വസ്റ്റ്യനിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അവര് കണ്ടുപിടിക്കാൻ നമ്മളോട് പറയുക VGS-ഉം IDയും, അതേപോലെ വളരെ റയർ ആയിട്ട് ഈ VDS കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാറുള്ളൂ. ഇപ്പൊ VDS കണ്ടുപിടിക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്, കാരണം VDD എത്ര എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. കറന്റ് ID നമുക്ക് ഈ പറയുന്ന പോലെ ഗ്രാഫിക്കൽ അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് ID കിട്ടും. ആൻഡ് ആ ID ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് VDD മൈനസ് ഓഫ് ID ഇൻറ്റു RD പ്ലസ് RS ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന പോലെ VDS-ന്റെ വാല്യൂ കിട്ടും, ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വാല്യൂ കിട്ടും. സോ ഞാൻ ഈ ഒരു നോട്ടില് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗിന്റെ പ്രോബ്ലം ഇതിലില്ല, പക്ഷേ വിച്ച് ഈസ് എക്സാക്ട്ലി സിമിലർ ആണ്. ഇപ്പോ ഞാൻ സെൽഫ് ബയാസിംഗ് കണ്ടീഷൻ എടുക്കാം. ഇപ്പോ ഇതല്ലേ നമ്മളൊരു ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞോ അല്ലേ, ഈ ഒരു പ്രോബ്ലം ആണ്. ഇപ്പൊ ഇതിൽ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? VGSQ, IDQ, VS, VG ഒക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് അറിയില്ലേ? VS, VG ആൻഡ് VD. ഓക്കെ, VS എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? IDRS. അപ്പോ എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ VS കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യമായി ID എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രെയിൻ കറന്റ് കിട്ടിയാൽ മാത്രമേ ഈ VS-ഉം അതേപോലെ VDS-ഉം തുടങ്ങിയിട്ടുള്ള പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഈ ഒരു സ്ഥാനത്ത് ഇപ്പോ ഞാനൊരു കാര്യം ചെയ്യാം. ഇവിടെ ഇവിടെ എങ്ങനെ ഒരു ഇതുണ്ട്, ഇവിടെ ഒരു പിന്നെ ഇതിപ്പോ റെസിസ്റ്റർ എന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് ഓക്കെ, ഇവിടെ എങ്ങനെ ഉണ്ട്, ഈ ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ 2 മെഗാ ഓം ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് ടൈപ്പ് ഓഫ്, എന്താ പറയാ, ഏത് ടൈപ്പ് ഓഫ് ബയാസിംഗ് ആണ്? വോൾട്ടേജ് ഡിവൈഡർ ബൈസ്. ഏതാ? വോൾട്ടേജ് വോൾട്ടേജ് ഡിവൈഡർ ഡിവൈഡർ. ബയാസിംഗ് ആവും. ഇത് മാത്രമേ അതില് ബയാസിംഗ് ടെക്നിക്സിൽ ക്വസ്റ്റ്യൻ സെക്ഷനിൽ വ്യത്യാസം വരുള്ളൂ. സർക്യൂട്ട് മനസ്സിലാക്കിയിട്ട് ഏത് തരം ബയാസിംഗ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആൻഡ് നമ്മൾ ഈ പറയുന്ന പോലെ VGS-ഉം IDയും VDS-ഉം ഒക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു വേണ്ട എല്ലാ ഇക്വേഷനും നമ്മൾ ഈ പറഞ്ഞ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ ഗ്രാഫിക്കൽ അപ്രോച്ച് ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ എന്താ പറയുക, ആദ്യം ഒരു ട്രാൻസ് കണ്ടക്ടൻസ് കർവ് വരയ്ക്കുക, പിന്നെ VGS-ന്റെ ആ ഇക്വേഷൻ എടുത്തിട്ട് ആദ്യം ID 0 കൊടുക്കുക, അപ്പൊ ഒരു VGS-ന് വാല്യൂ കിട്ടും. പിന്നെ VGS-നെ ഈ പറയുന്ന പോലെ IDക്ക്, അതായത് നമുക്ക് ഇഷ്ടമുള്ള 2 പോയിന്റ് നമുക്ക് എടുത്താൽ മതിയാവും. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷനിൽ ID എന്തായാലും 0 ആയിട്ട് എടുക്കണം. അതായത് രണ്ടാമത്തെ പ്ലോട്ട് വരയ്ക്കുമ്പോൾ, ഇപ്പോ ഞാൻ പറഞ്ഞുതരാം, ഇവിടെ പറഞ്ഞുതരാം. ഇവിടുത്തെ ഒരു പോയിന്റില് ഫോർ എ സ്ട്രൈറ്റ് ലൈൻ VGS ഈക്വൽ ടു, നമ്മൾ ഇന്നലത്തെ ഇക്വേഷൻ മൈനസ് IDRS എന്നായിരുന്നു. ആദ്യത്തില് ഈ പറയുന്ന പോലെ ID ഈക്വൽ ടു 0 മില്ലി ആംപിയർ കൊടുക്കുക, അപ്പോൾ VGS-ന് ഒരു വാല്യൂ കിട്ടും. പിന്നെ ID നമുക്ക് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ എന്താ കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ കിട്ടുന്ന VGS-ന്റെ വാല്യൂ എത്ര നോക്കുക, ആ 2 പോയിന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഇക്വേഷനെ പ്ലോട്ട് ചെയ്യുക. ഈ ട്രാൻസ് കണ്ടക്ടൻസ് കർവിന്റെ കൂടെ ആ ഒരു ഇക്വേഷനെ പ്ലോട്ട് ചെയ്യുക. അപ്പൊ ആ 2 കർവും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും Q പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇതേ ഒരു മെത്തഡോളജിയാണ് നമ്മൾ ഈ പറയുന്ന പോലെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിലും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ ഫാക്കൾട്ടി എന്തെങ്കിലും ആണോ, ടീച്ചറാണോ അതോ? ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, എവിടെയാണ്? MES-ല് അസ്മാബി കോളേജ്.
നബീലല്ല, ഓക്കെ ഓക്കെ. ക്ലാസ് എടുക്കുന്ന മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട്. ഉം, ഉം, ഉം. ഇപ്പൊ എത്രയേ ഉള്ളൂ നമ്മുടെ ബയാസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷൻ. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാല്ലേ? താങ്ക് യു സർ. ഓക്കെ ഓക്കെ ശരി. So, ഹലോ ഹലോ. ആ, ഇപ്പോ കഴിഞ്ഞു. മീറ്റിംഗ്